ഹലോ ഡിയർ ഓൾ, നമുക്കിന്നൊരു അച്ചാർ പ്രിപ്പയർ ചെയ്താലോ. എല്ലാവരും മാങ്ങയൊക്കെ കഴിച്ച് നമ്മുടെ മാങ്ങ സീസണൊക്കെ അത്യാവശ്യം കഴിഞ്ഞ ഒരു ടൈമാണ്. അപ്പം നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമുക്ക് മാങ്ങയുടെ ഒരു അച്ചാർ പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിന് വേണ്ടി നമ്മൾ മാങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് അതിനുശേഷം അത് നല്ല രീതിയിൽ തുടച്ച് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അത് നമ്മൾ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ്. അപ്പം ഈ കല്ലുപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഈ മാങ്ങയിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് നന്നായിട്ട് മാങ്ങയിൽ തിരുമ്മി വെക്കണം. അപ്പം ഈ ഒരു ഉപ്പായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം അത് ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാറിന് ആവശ്യമായിട്ട് വേണ്ട ഒരു ഗ്രേവി ടൈപ്പിലേക്ക് ഇതിനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് അതിനേക്കാളും കുറച്ചും കൂടി വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ അച്ചാർ കേടാവാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കുറേ നാൾ നമുക്കത് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇതിൽ ആഡ് ചെയ്യുന്ന ഈ ഉപ്പാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ഉപ്പെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം നന്നായിട്ട് വെള്ളം ആയതിനു ശേഷമായിരിക്കും നമ്മളിത് അച്ചാറിടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മിനിമം ഹാഫ് ആൻ അവർ ടു 1 hour ഇട്ട് നമ്മളിത് മാറ്റി വെച്ചിരിക്കും. സോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ ഉപ്പൊക്കെ പറ്റി ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അച്ചാർ പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അച്ചാർ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വേണ്ടി വരുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കായപ്പൊടി എടുത്തിട്ടുണ്ട്, 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്, മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടുകും ഉലുവയും കൂടി നന്നായി വറുത്ത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് അച്ചാർ നമ്മൾ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട എണ്ണ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയല്ല, അതിന് ഒരു നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ മാത്രമായിരിക്കും നമുക്കത് അധികം നാൾ കേടൊന്നും കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യും. ഇത് കരിഞ്ഞു പോയിരിക്കണം. നന്നായിട്ട് നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടത് ഈ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിനുശേഷം നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അല്ലെങ്കിൽ പച്ചമുളകൊക്കെ വഴന്ന് വരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു ബ്രൗൺ, അതായത് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് എത്തി. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
കാരണം നല്ല രീതിയിൽ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓവർ ഹീറ്റ് വേണ്ട. അത്യാവശ്യം അത് ചൂടായിട്ടുള്ള എണ്ണയിൽ തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിനി തീ ഓണാക്കി നോക്കി. അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, കടുക് പൊടിച്ചതാണ്. ഇതും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ സ്റ്റവ് ഓണാക്കാം. സ്റ്റവ് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുറുകി വരണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെ മിക്സ് നല്ല രീതിയിലൊന്ന് കുറുകി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി അത്യാവശ്യം മൂത്തൊരു മണം വരുന്ന പാകത്തിലാണ് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വിനാഗിരി നമ്മൾ എപ്പോഴും തന്നെ അച്ചാറുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളതാണ്. അപ്പം നമുക്ക് എത്രത്തോളമാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ട ഒരു ഗ്രേവി, അതായത് നമുക്കൊരു ചാറ് പോലെ ഇതിന് ആവശ്യമുണ്ട്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി നോക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു പുളിയുടെ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ എത്രയാണത്. ഇപ്പോൾ ചില ആളുകൾക്ക് അധികം ഉപയോഗിക്കാനായിട്ട് വിനീഗർ ഉപയോഗിക്കുന്നതിന് വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതനുസരിച്ചിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ആ ഒരു വിനീഗർ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു പാകം നോക്കുക, അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ ആഡ് ചെയ്യാം. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പാകം നോക്കിയതിന് ശേഷം മാത്രം. പിന്നെ നമുക്ക് ചേർക്കാനുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് മാങ്ങ. അപ്പം അത് നമുക്ക് ചേർക്കുമ്പോൾ നമുക്ക് അച്ചാറാണ്, ഇത് കറിയിൽ വെക്കുന്ന പോലെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ആഡ് ചെയ്യുന്നത് ഈ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സർ അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷമാണ്. നമുക്കത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് അതിലേക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാം, കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് എരിവ് ചേർത്തിട്ടുണ്ട്, പുളി ചേർത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അല്പം, അതായത് ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു മിക്സർ നമ്മൾ തണുക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നല്ല കുറുകിയ ഒരു പാകത്തിലേക്കാണ്. ഇപ്പം നമുക്ക് ആ പതഞ്ഞ് വന്നിരുന്നപ്പോൾ നമ്മൾ വിനീഗർ ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അത്യാവശ്യം പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മിക്സർ ഇപ്പം നന്നായിട്ട് ഒന്ന് തണുക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ മാറി അത്യാവശ്യം ഒന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ മാങ്ങയുടെ നീരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു നമ്മുടെ മിക്സിയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കിതിലേക്ക് മിക്സറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 6 മാങ്ങയായിരുന്നു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1/2 കിലോ, ഒരു 1/2 kg വരുന്ന പാകത്തിലേക്കാണ് ആ ഒരു മാങ്ങ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു മിക്സിങ് കൺസിസ്റ്റൻസിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാകത്തിന് വേണ്ട എരിവ്, ഉപ്പ്
അപ്പം നമ്മളിതിൽ ഉപ്പൊക്കെ കുറച്ച് ഇച്ചിരി നമ്മുടെക്ക് വേണ്ട ആ ഒരു ഫ്ലേവറിനേക്കാളും കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കിത് കേടാവാതെ കുറച്ച് നാൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പാകമൊക്കെ നമ്മുടെ ഒരു വീട്ടിൽ കഴിക്കുന്ന ആളുകളുടെ ഒരു പ്രിഫറൻസ് കൂടി നോക്കിയതിന് ശേഷം മാത്രം പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ വിനീഗർ ആഡ് ചെയ്തിട്ട് തന്നാലും വിനീഗറിൻ്റെ കൺസിസ്റ്റൻസി ടേസ്റ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഫൈനലി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത പാത്രത്തിൽ തന്നെയാണിത് വയ്ക്കുന്നത്. ഇപ്പം നമ്മളിത് കാണുന്ന സമയത്ത് ഇത് കുറച്ച് ഒരു ചാറ് പോലെ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലായിട്ടുള്ള പോലെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നാളെ രാവിലെയാണിത് വേറൊരു നമുക്ക് അച്ചാറിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ആ ഒരു പാകമാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു ചാറ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ എണ്ണ കൂടുതലാണെന്നോ ഒക്കെയുള്ള ഫീൽ നമുക്കിപ്പോൾ തോന്നുന്നതാണ്. പക്ഷെ നന്നായിട്ട് നമ്മൾ രാവിലെ എടുത്ത് നോക്കി കഴിയുമ്പോൾ അത്യാവശ്യം ഇതിലേക്ക് തന്നെ ചാറെല്ലാം കുടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പാകത്തിന് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പം നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും എപ്പോഴും സേഫ് അച്ചാർ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു.